നമസ്കാരം. ജയ് മോഹൻജി. ശക്തിപാദത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോയാണ് ഇന്ന്. എന്താണ് ശക്തിപാദം? ബോധത്തിൻ്റെ ഉന്നത മണ്ഡലങ്ങളിൽ നിന്നുള്ള ഊർജം ഒരു ആത്മീയ ഗുരു ശിഷ്യന് പകർന്നു നൽകലാണ് ശക്തിപാദം. ആത്മീയ പ്രക്രിയയുടെ വേഗം കൂട്ടലാണ് ശക്തിപാദത്തിൻ്റെ ലക്ഷ്യം. ശക്തിപാദം ശുദ്ധമായ അനുഗ്രഹമാണ്. അസുലഭവും സുന്ദരവുമായ ദൈവകൃപയാണ് അത്. സാധാരണയായി സഹസ്രാര ചക്ര തലയുടെ മധ്യഭാഗത്തിൽ കൂടിയും ചിലപ്പോൾ ആജ്ഞാചക്രത്തിൽ കൂടിയും, അതായത് ഇരുപുരികങ്ങളുടെയും മധ്യം കൂടെയുമാണ് ശക്തിപാദം നൽകുന്നത്. ശക്തിപാദം ശരീരതലത്തിൽ പ്രവർത്തിച്ച് രോഗശമനത്തെയും വികാരതലത്തിൽ പ്രവർത്തിച്ച് വികാരശമനവും ബുദ്ധിപരമായ തലത്തിൽ പ്രവർത്തിച്ച് അവബോധത്തെ വളർത്തുകയും ചിന്തകൾക്ക് സ്പഷ്ടത നൽകുകയും ചെയ്യുന്നു. അത് ഓരോരുത്തരുടെയും സ്വഭാവത്തിനും ആവശ്യങ്ങൾക്കും അനുസൃതമായി ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായി പ്രവർത്തിക്കുന്നു. ശക്തിപാദം പഴയ അനാവശ്യമായ കെട്ടുപാടുകളെ മുറിച്ചു മാറ്റുന്നു. ശക്തിപാദത്തിൻ്റെ ഫലം ഓരോരുത്തരുടെയും ശരീരപ്രകൃതിയെ ആശ്രയിച്ചിരിക്കുന്നു. ചിലർക്ക് ശക്തിപാദത്തിന് ശേഷം ശരീരത്തിന് ഭാരമില്ലായ്മ തോന്നാം. ചിലർക്ക് വിശപ്പില്ലായ്മ, ചിലർക്ക് കൂടുതൽ വിശപ്പ്, ചിലർക്ക് കൂടുതൽ ഉറക്കം എന്നിവയും അനുഭവപ്പെടാം. ആധ്യാത്മിക ശുചീകരണം നടക്കുന്നതിൻ്റെ ശാരീരികമായ പ്രകടനങ്ങളാണ് ഇവ. ശക്തിപദിൽ ഗുരുവിൻ്റെ വിരൽത്തുമ്പിൽ നിന്ന് സ്വീകർത്താവിൻ്റെ ആജ്ഞാചക്രത്തിലേക്കും സഹസ്രാര ചക്രത്തിലേക്കും ഊർജം പ്രവഹിക്കുന്നു. ഗുരുവിൻ്റെ സാന്നിധ്യം മാത്രമോ ഒരു നോട്ടമോ അല്ലെങ്കിൽ കണ്ണുകൾ തമ്മിലുള്ള ബന്ധമോ മതിയാകും. ഒരു സ്പർശം തന്നെ വേണമെന്നില്ല ശിഷ്യന് ആവശ്യമുള്ളത് ലഭിക്കുവാൻ. ഒരു യഥാർത്ഥ ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ ശക്തിപാദം സ്ഥിരമായി നടക്കുന്നു. ഒരു യഥാർത്ഥ ഗുരുവിന് ശിഷ്യന്മാർ എവിടെയായിരുന്നാലും അവരുടെ ശാരീരിക സാമീപ്യം ഉണ്ടായാലും ഇല്ലെങ്കിലും ശക്തിപാദം നൽകുവാൻ കഴിയും. ശാരീരിക സാമീപ്യം ഇല്ലാതെ നൽകുന്ന ശക്തിപാദമാണ് തൈജസ ശക്തിപാദം അല്ലെങ്കിൽ ആസ്ട്രൽ ശക്തിപാദം. അതിശക്തനായ ഒരു മഹാഗുരുവിന് മാത്രമേ തൈജസ ശക്തിപാദം നൽകാൻ കഴിയൂ. ഇനി എൻ്റെ ഒരു ശക്തിപാദ അനുഭവമാണ്. ഞാൻ മോഹൻജി ഗ്രൂപ്പിൽ ചേർന്ന് 2 ആഴ്ച മെഡിറ്റേഷൻ ചെയ്തു. പവർ ഓഫ് പ്യൂരിറ്റി മെഡിറ്റേഷനും ജഗന്നാഥ് മെഡിറ്റേഷനുമാണ് ചെയ്തത്. അത് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഉച്ചയ്ക്ക് ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഞാൻ ഉണരുന്നത് ഒരു പ്രത്യേക അനുഭവത്തോടെയാണ്. എൻ്റെ നെറ്റിയുടെ മധ്യഭാഗത്ത് നിന്ന് ഉച്ചിയിലേക്ക് ഒരു എനർജി പ്രവാഹം, ഒരു 2 സെൻറ്റിമീറ്റർ വ്യാസമുള്ള ഒരു കുഴൽ വെച്ചതുപോലെ ചുട്ടുപൊള്ളുന്നത് പോലെയുള്ള അനുഭവം. തലയാകെയും നെറ്റിയും പൊള്ളുന്നത് പോലെ എനിക്ക് തോന്നി. 2 തവണ ഇത് അനുഭവപ്പെട്ടു. പെട്ടെന്ന് വെയിലടിച്ചതാണോ എന്ന് സംശയമായെങ്കിലും കുഴൽ പോലെ ഊർജപ്രവാഹം തോന്നില്ലല്ലോ വെയിലടിച്ചാൽ എന്ന് മനസ്സിലായി. മോഹൻജി എന്നിൽ പ്രവർത്തിക്കുന്നു എന്നും മനസ്സിലായി. പിന്നീടാണ് അത് ശക്തിപദാണെന്ന് അറിഞ്ഞത്. അത് കഴിഞ്ഞ് 12 ദിവസം കഴിഞ്ഞാണ് ഞാൻ മോഹൻജിയെ ആദ്യമായി നേരിൽ കാണുന്നത്. ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഈ കാലത്ത് മോഹൻജിയെയും സംശയദൃഷ്ടിയോടെ കണ്ട എൻ്റെ സംശയത്തെ തച്ചുടയ്ക്കുകയും ഈശ്വരകൃപയ്ക്ക് എവിടെയും പോകേണ്ടതില്ല എന്നും അർഹതയുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടെ അത് സാധ്യമാകുമെന്നും കാണിച്ചു തന്ന ഒരു ശക്തിപദായിരുന്നു അത്. ജയ് മോഹൻജി. താങ്ക് യു.